ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു കുഞ്ഞു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അതായത് നമ്മൾ നാരങ്ങക്കറി ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഈ നാരങ്ങക്കറി നമ്മൾ ആവിയിൽ പുഴുങ്ങാതെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളിതിനെ എണ്ണ നാരങ്ങയെന്നും പറയും. അതിനായിട്ട് നമ്മളൊരു 8 നാരങ്ങ എടുത്ത് നന്നായിട്ട് കഴുകി തുടച്ചെടുക്കും. നമ്മൾ എണ്ണയിലേക്ക് ഇടുകൊണ്ട് അതിന് ഈർപ്പം പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് തുടച്ചെടുക്കും. എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ നമുക്കിവിടെ വീഡിയോയിൽ കാണാം. അതിനുശേഷം നമ്മളൊരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച്, നല്ലെണ്ണ ആട്ടോ ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം അതിലേക്ക് നാരങ്ങ ഇടും. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് നാരങ്ങയുടെ കയ്പ്പ് ഒന്ന് കുറഞ്ഞു കിട്ടും. നമ്മൾ ഈ എണ്ണ നമ്മൾ ഉപയോഗിക്കില്ല. ഇത് നമ്മൾ ഒത്തിരി ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. കാരണം ഈ നല്ലെണ്ണയ്ക്ക് നല്ല കയ്പ്പായിരിക്കും. അപ്പോൾ നമ്മളത് എടുക്കില്ല. നമ്മൾ പിന്നീട് ഇത് ഉണ്ടാക്കാനായിട്ട് വേറെ നല്ലെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ചീനച്ചട്ടിയിലേക്ക് നാരങ്ങ ഇടുന്നത് കാണാം. അപ്പോൾ ഈ നാരങ്ങ ഒരു 10-15 മിനിറ്റ് ഒന്ന് കിടന്ന് കഴിയുമ്പോൾ ഒന്ന് ചുങ്ങി വരും. നമുക്കതറിയാൻ പറ്റും, കാണാം. അത് ചെറുതായിട്ടൊന്ന് ചുങ്ങി, അതായത് വാടി വരും. അപ്പോൾ ആ സമയത്ത് നമ്മളത് എടുക്കുക ചെയ്യണേ. അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ നാരങ്ങ ഇട്ടു. അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അതിനൊരു സൈഡ് തന്നെ കിടക്കുവാണെങ്കിൽ ആ ഒരു സൈഡിന് കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ഫ്ലെയിമിൽ മതി, ഒത്തിരി ഫ്ലെയിം വയ്ക്കേണ്ട. ചെറിയൊരു ഫ്ലെയിമിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാനത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് കൊടുത്ത് അത് ഏകദേശം ഇത് ആവാറായിട്ടുണ്ട്. ഇപ്പം നമുക്കിവിടെ കാണാം അതിൻ്റെ കളറൊക്കെ മാറി അത് ചുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നാരങ്ങ നമ്മൾ ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടെ തുടച്ചെടുക്കും. ഈ തുടച്ചെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള കയ്പ്പും ആ എണ്ണയെല്ലാം നമ്മൾ തുടച്ച് മാറ്റിയിട്ടാണ് ഇതെടുക്കുന്നത്. അപ്പോൾ ഇത് തുടച്ച നാരങ്ങ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് വയ്ക്കും. അരിപ്പൊക്കെ നമുക്ക് ആവശ്യാനുസരണം അറിയാം കേട്ടോ, നാരങ്ങക്കറിക്ക് എങ്ങനെ വേണമെന്ന് വെച്ചാൽ. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയല്ല ഉപയോഗിക്കുന്നത്, വറ്റൽമുളകും ഉലുവയും കായും കൂടെ വറുത്ത് പൊടിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് ഇതുപോലെ വേറെ എണ്ണ കേട്ടോ, നല്ലെണ്ണ എടുത്തിട്ട് അതിലേക്ക് കൊല്ലമുളക് ഇട്ട് അതൊന്ന് വറുത്തെടുത്തു. അതുപോലെ കായോ ഉലുവ അങ്ങനെ വറുത്തെടുത്തു. ഇത് മൂന്നും കൂടെ നമ്മൾ പൊടിച്ചെടുത്ത പൊടിയാണ് ഈ നാരങ്ങാക്കറിക്ക് ഉപയോഗിക്കുന്നത്. അതേ കായം ഏകദേശമായി, ഉലുവയായി. ഇത് മൂന്നും ഞാനെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇത് മൂന്നും കൂടെ നമ്മൾ പൊടിച്ചെടുത്തു. അതിനുശേഷം പിന്നീട് വീണ്ടും ഈ ചീനച്ചട്ടിയിലേക്ക് കുറച്ചും കൂടെ നമ്മൾ നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കും. ഉപ്പെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം ചേർക്കണം. കാരണം നമുക്ക് നാരങ്ങക്കറിക്കൊക്കെ ശകലം ഉപ്പ് വേണമല്ലോ. അത് നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക ചെയ്യുന്നത്. ഇതൊക്കെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാൻ പാടുള്ളൂ, എന്നാലേ ഇതിനൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ചിരിക്കുന്ന പൊടികളും ചേർത്തു നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തു. എണ്ണയും ഉപ്പും മുളകും ഒക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാട്ടോ. എരിവിനൊക്കെ അനുസരിച്ച് നമുക്ക് ചേർക്കാം. അതൊന്നും പ്രത്യേകിച്ച് നമ്മൾ അളവൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിതേ ഏകദേശം നമ്മുടെ നാരങ്ങ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ റെഡിയായ നാരങ്ങ നമ്മളൊരു സാധാരണ ചില്ലുകുപ്പിയിലാണ് നല്ലത്. കുപ്പിയിലാക്കി ഒരു 3-4 ദിവസം വയ്ക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്